സ്റ്റുഡൻസ്. മോർണിംഗ്. നമ്മുടെ ഈ ഗോൾഡൻ ഹിൽസ് സ്കൂളിൽ ഞാനൊരു പെയിന്റിംഗ് എക്സിബിഷൻ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. അതുകൊണ്ട് എനിക്ക് നല്ല ചില ബ്രില്യന്റ് ആയുള്ള സ്റ്റുഡൻസ് ആവശ്യമുണ്ട്. എക്സിബിഷന്റെ ജോലിക്കാര്യങ്ങളിൽ ഞങ്ങളെ സഹായിക്കുന്നവരായിരിക്കണം. ശരി, പറയൂ, ആരൊക്കെയാണ് വളണ്ടിയർ ആകാൻ ആഗ്രഹിക്കുന്നത്? എടാ ഗോപു, എനിക്കൊരു ലോലിപോപ്പ് കിട്ടിയിരിക്കുക. അതിങ്ങോട്ടാ. അത് ഞങ്ങളുടെ ലക്കിയുടെ ലോലിപോപ്പ് ആണ്. എന്താടാ, ലോലിപോപ്പിൽ അവന്റെ പേര് എഴുതി വെച്ചിട്ടുണ്ടോ? ഇത് ലക്ഷ്മണനാണ് കിട്ടിയെങ്കിൽ ഇത് അവന്റെ സ്വന്തമാണ്. വേഗം പറയൂ, ആരൊക്കെയാണ് വളണ്ടിയർ ആകാൻ ആഗ്രഹിക്കുന്നത്? മാധവ്, പിന്നെ ഗോപാൽ. കൊള്ളാം, കലക്കി. സബാഷ് മൈ ബോയ്സ്. നിങ്ങൾ രണ്ടുപേരും മുന്നോട്ട് വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതാണ്. എനിക്കറിയാം നിങ്ങൾ തന്നെ മുന്നോട്ട് വരുമെന്ന് വളണ്ടിയർ ആയിട്ട്. നീ പറഞ്ഞത് ശരിയാ ലക്കി. പ്രൂഫ് ഇല്ലെങ്കിൽ അത് പപ്പിയാണ്. മിഠായി ചുട്ടിക്കിറങ്ങുന്ന ഈച്ചയെ പോലെ. അതേപോലെ മാധവന്റെ പുറകെ ലക്ഷ്മൺ പിന്നെ ലക്കി ഉണ്ടാവും. ഈ പെയിന്റിംഗ് എക്സിബിഷന്റെ ചീഫ് ഗസ്റ്റ്, പെയിന്റിംഗ് ലോകത്തിന്റെ വളരെ ഫേമസ് ആയ അത്ഭുത പെയിന്റിംഗ് ചെയ്തിട്ടുള്ള ബജ്രംഗ് ഭായ് ജാൻ, സോറി, ബീരംഗി ലാൽ ജി. അദ്ദേഹത്തിന് ഏതെങ്കിലും ഒരു പെയിന്റിംഗ് ഇഷ്ടപ്പെട്ടാൽ അപ്പോ അദ്ദേഹം നമ്മുടെ സ്കൂളിന്റെ ചാരിറ്റി ഫണ്ടിലേക്ക് വലിയ തുക ഡൊണേറ്റ് ചെയ്യുന്നതായിരിക്കും. അവസാനത്തിൽ മൊത്തത്തിൽ ഗുലുമലാകുന്നാണ് തോന്നുന്നത് സാറേ. എടാ, എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് ബജ്രംഗി ലാൽജിക്ക് ഈ പെയിന്റിംഗ് വളരെ ഇഷ്ടപ്പെടും. അതിനാൽ നിങ്ങൾ ഈ പെയിന്റിങ്ങിനെ വളരെ സൂക്ഷിച്ച് സംരക്ഷിച്ച് വെക്കണം. അതായത് ഏതാണ്ട് നിങ്ങൾ നിങ്ങളുടെ മീശയെ സംരക്ഷിക്കുന്നത് പോലെ തന്നെയല്ലേ സാർ? വളരെ ശരി, പറഞ്ഞത് വളരെ ശരിയാണ്. ബെസ്റ്റ് ബോയ്. നീ വേണേ നോക്കിയോ, ഈ സ്പെഷ്യൽ പെയിന്റിങ്ങിന് എന്നെ പോലെ സ്പെഷ്യൽ പൈനായിരിക്കും കാഴ്ചവെക്കുന്നത്. അതാണ് കാര്യമെങ്കിലേ ആ പെയിന്റിംഗ് ഇങ്ങോട്ട് തന്നേക്ക്. ആ പെയിന്റിങ്ങിനെ ഞാൻ ഹാങ് ചെയ്തോളാം. അല്ല, ഇത് ഞാൻ ഹാങ് ചെയ്തോളാം. നീ ഒന്ന് ഹാങ് ചെയ്യേണ്ട ആവശ്യമില്ല. അല്ല ചക്ക, നിനക്ക് മര്യാദയ്ക്ക് ഡ്രസ് ഇടാൻ അറിയണേ. എനിക്ക് എന്തൊക്കെ അഭ്യാസങ്ങൾ അറിയുമെന്ന് അവന് കാണിച്ചു കൊടുത്തേ പറ്റൂ. അപ്പൊ നമുക്ക് കളിയങ്ങ് തുടങ്ങാമല്ലേ? ആ, കിട്ടിപ്പോയി. ഇപ്പൊ ഈ കാണുന്ന പെയിന്റിംഗ് സ്പെഷ്യൽ ചെക്കൻ്റെ കയ്യിൽ കിട്ടിയിരിക്കുക. ആ പണ്ടാനം പിടിച്ച കോപ്പുരി ഞാൻ വെറുതെ ഇവിടെ പോകുന്നില്ല. ലക്കി ഇപ്പൊ പറയുന്നതേ ഗോപാലിന്റെ പ്ലാനിലേക്ക് വെള്ളം ഒഴിച്ചേക്ക്. അല്ല, വെള്ളമല്ല, കാൽപ്പിനെ പിടിച്ച് വലിക്ക്. വേഗം എടുക്ക് ഗോപു, ഞാനത് എത്തിക്കഴിഞ്ഞു. ടെൻഷൻ ആവണ്ട. ഇപ്പൊ തന്നെ ഞാനിത് മൊത്തം ക്ലീൻ ചെയ്ത് തന്നേക്കാം. എടാ മാധവോ, നീ ആ പെയിന്റിങ്ങിൽ കൈവച്ചാലുണ്ടല്ലോ, ആ പെയിന്റിങ്ങിന്റെ അടുത്ത് നിന്ന് മാറി നിക്കടാ. എല്ലാവരും ആ പെയിന്റിങ്ങിൽ നിന്നും ഒരല്പം മാറി നിക്ക്. ഞാൻ ആ പെയിന്റിങ് ഇപ്പൊ ഡ്രൈ ആക്കി തരാം. ലക്ഷ്മണ, നീ പെയിന്റിങ്ങിനെ ട്രൈ ചെയ്താൽ മതി. ഞങ്ങളെ പപ്പടം പോലെ പൊരിക്കല്ലേ. പിടിക്കടാ, നല്ലോണം വലിച്ചു പിടിക്കടാ. ചേട്ടാ, ഈ ലക്ഷ്മൺ പെയിന്റിങ്ങിന് പകരം വാക്യൂം ക്ലീനറിനെ കൊണ്ടുവന്ന് ക്ലിയർ വാക്യൂം ക്ലീൻ ആക്കിയിരിക്കുകയാണല്ലോടാ. നിങ്ങൾ എല്ലാവരും ചേർന്ന് ഈ പെയിന്റിങ്ങിനെ സ്മാഷ് അവസാനം ഫിനിഷ് ചെയ്ത് കഴിഞ്ഞല്ലടാ. ഇങ്ങോട്ട് താടാ, ഞാൻ ഇതിന് ഇപ്പൊ തന്നെ ശരിയാക്കി തരാം. എടാ ഗോപു, അത് നീ ശരിയാക്കണ്ട. ശരിയാക്കാൻ പോകുന്നത് അത് ഞാനായിരിക്കും. ഞാൻ സിംഗിൾ പീസ് ആയിരുന്ന പെയിന്റിംഗ് ഇപ്പൊ ഡബിൾ പീസ് ആയിരിക്കുക. ഇനിയിപ്പോ പണിഷ്മെന്റ് നമുക്ക് ഡബിൾ ആയിരിക്കും. ഇനി നമ്മൾ എന്ത് ചെയ്യടാ ലക്കി?
ക്യാൻവാസ് ഇപ്പൊ നമ്മൾ ഒട്ടിച്ചു വെച്ച് കഴിഞ്ഞു. പക്ഷേ ഈ പെയിന്റിംഗിൽ പെയിന്റ് എവിടെ ബാക്കിയുള്ളത്? ഇതിന് വീണ്ടും പെയിന്റ് അടിക്കണം. ചെല്ലു ലക്ഷ്മൺ, പെട്ടെന്ന് പോയി പെയിന്റ് എടുത്തിട്ട് വാ, പെയിന്റ് എടുത്തിട്ട് വാ. ദാ കൊണ്ടുവരാം. പെയിന്റിംഗ് ഇപ്പോ കംപ്ലീറ്റ് ആയി കഴിഞ്ഞിരിക്കുന്നല്ലോ. നോക്കടാ, ഇപ്പൊ എല്ലാം റെഡി ആയില്ലേ? ഈ പെയിന്റ് എന്താണ് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്? അതിനതും പെയിന്റ് അല്ലടാ, ഷൂ പോളിഷ് ആണ്. മരം മോക്രി. അല്ല ഇതെന്താ ഒരു സുന്ദരിയായ രാജകുമാരിയെ നിങ്ങളിപ്പോ പിശാചാക്കിയിരിക്കുക? യക്ഷി, പിശാച്, എനിക്ക് ഭയങ്കരമായിട്ട് പേടി തോന്നുന്നു. എനിക്ക് പേടിയാകുന്നു. എടാ ഗോപു, വെറുതെ പേടിച്ച് വിറയ്ക്കണ്ട. ഞാൻ ആ പെയിന്റിങ്ങിന്റെ കാര്യമാണടാ പറഞ്ഞത്. പ്രിൻസിപ്പൾ ഇത് കണ്ട പിന്നെ നമ്മൾ എല്ലാവരും അടിച്ചു പുറത്താക്കും. ഇനി ഈ പെയിന്റിംഗ് നമ്മൾ ആർക്കും ഒരിക്കലും കാണിക്കാൻ പറ്റാത്ത അവസ്ഥയിലായി പോയല്ലോടാ. ഈ പെയിന്റിങ്ങിനെ നമുക്ക് എവിടെയെങ്കിലും പതുക്കി വെച്ചേക്കാം. ലക്ഷ്മണ, വേഗത്തിൽ എന്തെങ്കിലും എടുത്തോണ്ട് വാടാ. ഇന്നെനിക്ക് മൊബൈലിന്റെ പ്രൂഫ് ഒന്നും ആവശ്യമില്ല. എനിക്കിപ്പോ കിട്ടിയിരിക്കുന്നത് ഒറിജിനൽ പ്രൂഫ്. ഞാൻ ആ പെയിന്റിംഗ് എടുത്തോണ്ട് പോകും, എന്നിട്ട് അത് പ്രിൻസിപ്പലിനെ കാണിക്കും. ലൈവ് പ്രൂഫ്. ഞാനിത് തകർക്കും. വരൂ സാർ, വരൂ വരൂ, അകത്തോട്ട് വന്നാലും വരൂ സാർ. ഇത് കണ്ട് രസിക്കൂ ബജരംഗ് ലാൽജി. ഇതുപോലൊരു പെയിന്റിംഗ് നിങ്ങൾക്ക് വേറെ എവിടെയും കാണാൻ പറ്റില്ല. നിങ്ങൾ പറഞ്ഞ ശരിയാ. ഇതുപോലുള്ള പെയിന്റിംഗ് എനിക്ക് വേറെ എങ്ങും കാണാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ഈ പെയിന്റിങ്സ് ഒക്കെ നിങ്ങൾ ഇവിടെയല്ലേ വെച്ചിരിക്കുന്നത്. ബീരംഗി ലാൽജി, എനിക്ക് നല്ല ഉറപ്പുണ്ട് നിങ്ങൾക്ക് തീർച്ചയായും ഈ പെയിന്റിംഗ് വളരെ ഇഷ്ടപ്പെടും. അതൊക്കെ ശരിയാ. ആദ്യം ഒരു കാര്യം പറയാം. ഈ കഴുത എന്താ ഇങ്ങനെ കറുത്തിരിക്കുന്നു? ഒന്ന് സാറേ, അത് കഴുതയല്ല, കുതിരയാണ്. കൂടാതെ അപ്പൊ പെയിന്റർ കഴുതയായിരിക്കും. വരൂ സാർ, വരൂ. ഈ അടിപൊളി സീനറി പെയിന്റിംഗ് ഒന്ന് നോക്കൂ. രണ്ട് പർവ്വതങ്ങൾക്ക് നടുവിൽ ഉദിച്ചു നിൽക്കുന്ന സൂര്യന്റെ പെയിന്റിംഗ് നോക്കൂ. ഇത് കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് രണ്ട് സമോസയുടെ മുകളിൽ ഒരു പപ്പടം വെച്ചത് പോലെയാ. നല്ല പെയിന്റിംഗ് ഉണ്ടായി കാണിക്കല്ലേ, ഞാൻ ഇറങ്ങുക. വേറൊരു പെയിന്റിംഗ് ഉണ്ട് സാറേ, അത് ഞാൻ ഇപ്പൊ കൊണ്ടുവരാം. ഗോപാൽ, മാധവ്, വേഗം ചെന്ന് ആ പെയിന്റിംഗ് കൊണ്ടുവാ. നിങ്ങളിപ്പോ ഏത് പെയിന്റിംഗാ ചോദിക്കുന്നത് സാറേ? അതേ പെയിന്റിംഗ് തന്നെ. നിന്നോട് ഞാൻ എന്റെ മീശ സംരക്ഷിക്കുന്ന പോലെ സംരക്ഷിച്ചു വെക്കാൻ പറഞ്ഞില്ലേ? അതാണോ? ആ പെയിന്റിംഗ് അല്ലേ? ആ പെയിന്റിംഗ് ഇപ്പൊ മാധവന്റെ കയ്യിലാ ഉള്ളത്. അത് ലക്ഷ്മണന്റെ കയ്യിലുള്ളത്. അവന്റെ കയ്യിലാണ് ഞാൻ കൊടുത്തത്. സാർ, ആ പെയിന്റിംഗ് ഇപ്പോ എന്റെ കൈവശമുണ്ട് സാർ. നോക്കൂ സാർ, ഈ പിള്ളേരെല്ലാരും കൂടി ചേർന്ന് നിങ്ങൾ മീശ പിരിക്കുന്നത് പോലെ ഈ പെയിന്റിംഗ് ചെയ്തു വെച്ചിരിക്കുകയാണ് സാർ. ഇവന്മാര് പെയിന്റിങ്സിനെ എന്തൊക്കെ കാട്ടിക്കൂട്ടി വെച്ചിരിക്കുന്നത് എനിക്കിതിനെ അറിയില്ല സാർ. ഏയ്, നിങ്ങളിപ്പോ ഏത് പെയിന്റിങ്ങിന്റെ കാര്യമാണ് സംസാരിക്കുന്നത്? അത് ഞാനും കൂടെ ഒന്ന് നോക്കട്ടെ. ഈ പെയിന്റിംഗ് ആരാ റെഡിയാക്കിയത്? ഈ പിള്ളേരെ അത് റെഡിയാക്കിയത് സാറേ. ഈ നിൽക്കുന്ന പിള്ളേരാണ് ഇതിനൊക്കെ കാരണം. അത് പിന്നെ സാറേ, നിങ്ങൾ ആ പെയിന്റിംഗ് അങ്ങ് വിട്ടേക്ക്. വേറെയും കുറെ പെയിന്റിങ്സ് ഇവിടെ ഉണ്ടല്ലോ, അത് നോക്ക്. വിടാനോ? അതെങ്ങനെയാ വിട്ടേക്ക് പോകുന്നേ? ഇത് അത്ഭുതകരമായ, അവിശ്വസനീയമായ, അടിപൊളിയായ ഈ പെയിന്റിങ്ങിനെ എങ്ങനെയാണ് വിട്ടേക്ക് പോകുന്നത്? ഈ ആംഗിളിൽ കിടന്ന് ഞാൻ നോക്കുമ്പോ കാണുന്നത് കാർമേഘങ്ങൾക്കിടയിലൂടെ മഴ പെയ്യുന്നതാ. സൂപ്പർ ആയിട്ടുണ്ട്. പെയിന്റിംഗിൽ എനിക്ക് കാർമേഘമൊന്നും കാണാൻ പറ്റുന്നില്ല. അയാൾക്ക് മേഘത്തിന്റെ വെള്ളവും കാണുന്നുണ്ടോ? സാർ സാർ സാർ, നിങ്ങൾക്ക് ബ്ലൂ കളറിൽ എന്തെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല, അത് ബ്ലൂ കളർ അല്ല, അത് പാഞ്ഞൊഴുകുന്ന നദിയാണ്. നീ അതല്ലേ പറയാൻ വന്നത്? അത് തന്നെയാണ് സാറേ, കറക്റ്റാണ് പറഞ്ഞത്. അപ്പൊ ഈ ഗ്രീൻ കളറിന് എന്താണ് അർത്ഥം? അത് പിന്നെ അത് വയലാണ് സാർ, വയൽ. അത് വയലാണെങ്കിൽ അത് എങ്ങോട്ടാ പോയത്? അത് പിന്നെ സീസൺ വന്നല്ലോ, അതുകൊണ്ട് വിളവെടുത്തു. ഓ, എന്തൊരു കലാകാരനാ. ബ്യൂട്ടിഫുൾ, ഐ ലൈക്ക് ഇറ്റ്. ഈ പെയിന്റിംഗ് ഇപ്പോ വെറും പെയിന്റിംഗ് അല്ല. കുറെ നേരം കൊണ്ട് അത് തന്നെയാണ് സാറേ ഞാനും നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ഈ പെയിന്റിംഗ് ഇതൊരു പെയിന്റിംഗേ അല്ല സാർ, ഒട്ടും തന്നെയല്ല. ഈ പെയിന്റിംഗ് ഒരു സാധാരണ പെയിന്റിംഗ് അല്ല, ഇത് ലോക ചിന്തയുടെ പ്രതിബിംബമാണ്. കാലക്കി കുട്ടികളെ, ഈ പെയിന്റിംഗ് ഞാൻ വീട്ടിൽ കൊണ്ടുപോയി എന്റെ പ്രൈവറ്റ് സെക്ഷനിൽ വെക്കാം. ഇതിന് പകരമായി ഞാൻ ഈ സ്കൂളിലേക്ക് 5 ലക്ഷം രൂപ സംഭാവനയായി നൽകുന്നു. വെരി ഗുഡ് സ്റ്റുഡൻസ്. നിങ്ങൾ എല്ലാവരും ചേർന്ന് ഒരു കാര്യം നിരൂപിച്ചിരിക്കുകയാണ്.
സ്കൂളിന്റെ പേര് വേറൊരു ലെവലിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. സബാഷ് സബാഷ്. അതല്ല സാറേ, ഞാൻ പറയുന്നത് കേൾക്കണം സാറ്. സാർ അവിടെ നിൽക്കണം സാറ്. പെയിന്റിംഗ് വെയിലിട്ട് ഉണക്കിയത് ഞാനാണ്. അതുകൊണ്ടാണ് അതിൽ ചില സ്പെഷ്യൽ എഫക്ട്സ് ഒക്കെ കിട്ടിയത്. മനസ്സിലാടാ? എടാ ഇത് എഫക്റ്റ് അല്ല, ഡിഫക്റ്റ് ആണ്. ഡിഫക്റ്റ് മനസ്സിലായോ? പെയിന്റിങ്ങിനെ അടിപൊളിയാക്കിയത് ഞാനാ. റെഡിയാക്കിയത് നീ ഉണ്ടാക്കുന്നുണ്ടല്ലോ. അത് പിശാചാണ്, പിശാചി. ഗോപു, ആവശ്യമില്ലാതെ സംസാരിക്കരുത്. ഇപ്പൊ കടന്നു കയറി സംസാരിക്കുന്നത് നീയാണോ?